നമസ്കാരം. വ്യോമസേനയുടെ നട്ടെല്ല്. ഇന്ത്യ പാക് യുദ്ധങ്ങളിലും കാർഗിൽ സംഘർഷത്തിലും സുപ്രധാന പങ്ക് വഹിച്ച കരുത്തൻ. അങ്ങനെ നിരവധി വിശേഷണങ്ങൾ ഉള്ള MiG-21 യുദ്ധവിമാനം 62 വർഷത്തെ സേവനത്തിന് ശേഷം അവസാന പറക്കലിനൊരുങ്ങുകയാണ്. സെപ്റ്റംബർ 26-നാണ് MiG-21 വിരമിക്കലിന് തയ്യാറെടുക്കുന്നത്. എയർ ചീഫ് മാർഷൽ AP സിംഗ് ആയിരിക്കും അവസാനമായി MiG-21 വിമാനം പറത്തുക. ഛത്തീസ്ഗഡ് വ്യോമതാവളത്തിൽ വെച്ചാണ് വിടവാങ്ങൽ ചടങ്ങ് നടക്കുന്നത്. 1960 സർവീസിൽ ഉൾപ്പെടുത്തിയ റഷ്യൻ യുദ്ധവിമാനം 6 പതിറ്റാണ്ടുകളായി ഇന്ത്യൻ വ്യോമസേനയുടെ നട്ടെല്ലായാണ് പ്രവർത്തിക്കുന്നത്. ഭാരതത്തിന്റെ പ്രതിരോധ മേഖലയുടെ ശക്തി പ്രകടമാകുന്നതിനും MiG-21 നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. 1965-ലെയും 1971-ലെയും ഇന്ത്യ പാക് യുദ്ധങ്ങൾ, കാർഗിൽ സംഘർഷം, 2019-ലെ ബാലക്കോട്ട് വ്യോമാക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടെ വിവിധ നിർണായക ദൗത്യങ്ങളിലെ MiG-21 പ്രധാന പങ്ക് വഹിച്ചു. സോവിയറ്റ് യൂണിയന്റെ മിക്കോയാൻ ഗുരോവെച്ച് ഡിസൈൻ ബ്യൂറോ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർസോണിക് യുദ്ധവിമാനമായിരുന്നു MiG-21. കൂടാതെ നിരവധി പ്രധാന യുദ്ധങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും രാജ്യത്തിന്റെ പ്രതിരോധ മേഖലയെ സുപ്രധാന പങ്കാളിയായി ഇത് മാറി. എന്നിരുന്നാലും സമീപ വർഷങ്ങളിൽ ഈ യുദ്ധവിമാനം പതിവായി അപകടങ്ങൾ നേരിട്ടു. ഏതാണ്ട് 400-ലധികം അപകടങ്ങളും പൈലറ്റുമാർക്ക് കാര്യമായ നാശനഷ്ടങ്ങളും സംഭവിച്ചു. വിവാദപരമായ ഫ്ലൈലൈൻ കോഫിൻ, അതായത് പറക്കുന്ന ശവപ്പെട്ടി എന്ന ലേബൽ നേടിക്കൊടുത്തു. നിലവിൽ MiG-21 വിമാനങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പറേറ്റർ ഇന്ത്യയാണ്. 1960-കളിൽ ഉപയോഗിച്ചതിന് ശേഷം നിരവധി നവീകരണങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് എങ്കിലും MiG-21 അതിന്റെ ഉദ്ദേശിച്ച സേവന ആയുസ് കവിഞ്ഞു. സോവിയറ്റ് യൂണിയനിലെ മിക്കോയാൻ ഗുരോവെച്ച് ഡിസൈൻ ബ്യൂറോയാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ഏകദേശം 60 രാജ്യങ്ങൾ സൂപ്പർസോണിക് ജെറ്റ് യുദ്ധവിമാനങ്ങൾ പറത്തിയിട്ടുണ്ട്. തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് MK-1A LCയുടെ ഉൽപാദനത്തിലും തുടർന്നുള്ള വിതരണത്തിലും കാലതാമസം കാരണം MiG-21 യുദ്ധവിമാനങ്ങൾ അടങ്ങുന്ന 2 MiG-21 ബൈൻസ് സ്ക്വാഡുകൾ ഉണ്ട്. MiG-21 വിമാനങ്ങൾ വിരമിക്കുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളുടെ എണ്ണം 29-ആയി കുറയും. 1960-കൾക്ക് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിലയാണിത്. 1965-ലെ യുദ്ധകാലത്തെ അപേക്ഷിച്ച് ഈ എണ്ണം ഇതിലും കുറവാണ്. കൂടാതെ വ്യോമസേനയുടെ അനുവദനീയമായ 42 സ്ക്വാഡ്രോണുകളുടെ ശക്തിയേക്കാൾ താഴെയുമാണ് പ്രവർത്തിക്കുന്നത്. 31 എണ്ണമാണ് നിലവിലുള്ളത്. സെപ്റ്റംബറിൽ 29-ആയി ചുരുങ്ങും. 1618 യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടുന്നതാണ് ഓരോ സ്ക്വാഡ്രനും. MiG-21 വിമാനങ്ങൾക്ക് പകരമുള്ള തേജസ് വിമാനങ്ങൾ ലഭിക്കുന്നത് വൈകുന്നതാണ് കരുത്തു കുറയാനുള്ള കാരണം. കഴിഞ്ഞ വർഷം മാർച്ചിൽ വിമാനങ്ങൾ ലഭിച്ചു തുടങ്ങേണ്ടിയിരുന്നുവെങ്കിലും വൈകി. അടുത്ത വർഷം മാർച്ച് 6-ഓടെ തേജസ് വിമാനങ്ങൾ കൈമാറും. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച